കൃഷിദർശൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വീട്ടിലെ മാലിന്യങ്ങളുടെ സംസ്കരണം. വൃത്തിയുടെ കാര്യത്തിൽ നാം ഏറെ ശ്രദ്ധാലുക്കളാണ്. ദിവസം 2 നേരം കുളിക്കുന്ന നമ്മൾ പക്ഷേ വീട്ടിലുള്ള മാലിന്യങ്ങൾ എവിടെ മറവ് ചെയ്യണം എന്ന കാര്യം അറിയാതെ ബന്ധപ്പെട്ട് ഓടുകയാണ്. പലപ്പോഴും വീട്ടിലുള്ള മാലിന്യങ്ങൾ ഒരു കവറിൽ കെട്ടി പെരുവഴിയോരത്ത് നിക്ഷേപിക്കുവാൻ നമുക്ക് യാതൊരു മടിയുമില്ല. ഇതുണ്ടാക്കുന്ന മാലിന്യ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നിരവധിയാണ്. വീടുകളിലെ മാലിന്യങ്ങൾ വീട്ടിൽ തന്നെ അതുണ്ടാകുന്ന ദിവസം തന്നെ സംസ്കരിക്കുക എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ജൈവവാതക സാങ്കേതിക വിദ്യ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഗോബർ ഗ്യാസ് സ്കീമുണ്ട്. കന്നുകാലി ചാണകത്തിൽ നിന്ന് പാചകവാതകം ഉണ്ടാക്കുന്ന ഈ പദ്ധതിയുടെ ഒരു അഡ്വാൻസ്ഡ് പരിഷ്കരിച്ച രൂപമാണ് ഗാർഹിക മാലിന്യ സംസ്കരണത്തിന് ജൈവവാതക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്ന ഒരു പദ്ധതി. നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റാണ്. ഇത് 1 സ്ക്വയർ മീറ്റർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാം. കേവലം 4 മണിക്കൂർ കൊണ്ട് ഒരു പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. 4 5 അംഗങ്ങളുള്ള ഒരു വീട്ടിലെ ജൈവമാലിന്യം സംസ്കരിച്ചാൽ അതിൽ ഖരമാലിന്യങ്ങൾ മാത്രമല്ല വീടുകളിലുണ്ടാകുന്ന മലിനജലവും സംസ്കരിക്കാം. ഏറ്റവും വലിയൊരു സവിശേഷത അതാണ്. ഈ പ്ലാന്റിൽ വീട്ടിലുണ്ടാകുന്ന ഖരജൈവ മാലിന്യങ്ങൾ മലിനജലവും സംസ്കരിക്കാം. അത് സംസ്കരിക്കുന്നതിലൂടെ വീട്ടിലെ തന്നെ 50% പാചകം നടത്തത്തക്ക വിധത്തിലുള്ള പാചകവാതകം ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇത് LPG ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അപകടരഹിതമായ ഇന്ധനമാണ്. ഒരു പ്രത്യേക പൈപ്പ് ലൈൻ വഴി കിച്ചണിൽ സ്ഥാപിച്ചിട്ടുള്ള ഇതിൻ്റെ ഉള്ള പ്രത്യേക സ്റ്റൗ ഉണ്ട്. ആ സ്റ്റൗവിൽ എത്തിച്ചേർന്നാൽ അത് നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാം. സാധാരണ ഒരു 4 5 അംഗങ്ങളുള്ള ഒരു വീട്ടിലെ ജൈവമാലിന്യ സംസ്കരണത്തിലൂടെ 2 മണിക്കൂറിലധികം ഒരു സ്റ്റൗ പ്രവർത്തിക്കുന്നതിനുള്ള ജൈവവാതകം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ദിവസേന 2 മണിക്കൂർ. അത് വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ്. അതെ അതെ അതെ. അതിനെപ്പറ്റി പറയുന്നത് ചാണകം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ജൈവവാതകം ഉണ്ടാവുകയുള്ളൂ എന്നാണ്. ആ ധാരണ തെറ്റാണ്. കാരണം ഈ ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജൈവവാതക ഉൽപ്പാദനത്തിന് ആദ്യമായിട്ട് ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കന്നുകാലി ചാണകം ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെ ഈ പ്ലാന്റിനെ ഇതിലെ ബാക്ടീരിയയെ ജൈവമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് പ്രാപ്തമാക്കുകയാണ്. പിന്നെ കൗടങ്ങിൻ്റെ ആവശ്യം ഇല്ല. ദിവസവും വീട്ടിലുണ്ടാകുന്ന എന്ത് അഴുകുന്ന എല്ലാ മാലിന്യങ്ങളും ഈ പ്ലാന്റിൽ നിക്ഷേപിക്കാൻ കഴിയും. സംസ്കരണം കഴിഞ്ഞ് പുറത്തു വരുന്ന വെള്ളം, സ്ലറി എന്ന് പറയും, അത് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാവുന്ന, ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ജൈവവളമാണ്. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് വീട്ടിൽ ലഭിക്കുന്ന മലിനജലവും ഖരമാലിന്യങ്ങളും ഈ പ്ലാന്റിൽ നിക്ഷേപിക്കുന്നതാണ്. ഇതിന് കാര്യമായ ഒരു പ്രവർത്തനമൊന്നും ആവശ്യമായിട്ടില്ല. അപ്പോൾ ഏത് വേസ്റ്റ്? അതെ, ഇപ്പോൾ വീട്ടിൽ കിട്ടുന്ന വേസ്റ്റ് ഇതുപോലെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്തിട്ട് അതിനൊന്ന് മിക്സ് ചെയ്ത് ഈ പ്ലാന്റിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ഇത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ബാക്കി പ്രോസസ്സ് മുഴുവൻ ഇതിനകത്തുള്ള ഒരു സൂക്ഷ്മാണു ജീവികൾ, അനറോബിക് ബാക്ടീരിയ എന്ന് പറയുന്ന മനുഷ്യന് ഒരു രീതിയിലും ഹാനികരമല്ലാത്ത ബാക്ടീരിയയുടെ പ്രവർത്തനം കൊണ്ട് ഈ മാലിന്യങ്ങൾ വിഘടിച്ച് ജൈവവാതകവും ജൈവവളവുമായി മാറുകയാണ്. ഇതിൽ ഈ കത്താൻ സഹായിക്കുന്ന എന്താണ് സാർ ഇതിലുള്ളത്? ഇതിലെ ജൈവവാതകത്തിൽ കത്തുന്നതിന് സഹായിക്കുന്ന മീഥൈൻ എന്ന് പറയുന്ന വാതകമാണ്. അപ്പോൾ മീഥൈൻ എനിക്ക് തോന്നുന്നു ചാണകത്തിൽ നിന്നുണ്ടാകുന്ന ബയോഗ്യാസ് പ്ലാന്റിൽ മീഥൈനാണ് പ്രധാന ഘടകം. ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ അതിലെ ജൈവവാതകത്തിൽ പ്രധാന ഘടകം മീഥൈൻ തന്നെയാണ്. അപ്പോൾ ഇതിന്റെ പ്രധാന വ്യത്യാസം എന്താണ് സാർ? ഈ ചാണകം ഉപയോഗിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റും ഗാർഹിക മലിനീകരണത്തിൽ നിന്നുള്ള ഗാർഹിക മലിനീകരണം ഒഴിവാക്കുന്നതിന് വേണ്ടി സ്ഥാപിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റ് നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ ചുരുങ്ങിയ സ്ഥലത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു ഫ്ലോട്ടിംഗ് ഡ്രമ്മും അതിൽ ഒരു ഡൈജസ്റ്റർ ഉണ്ടാവും. ഈ കോൺക്രീറ്റ് നിർമ്മിതമായ ഒരു ഡൈജസ്റ്ററാണ്. അതിൻ്റെ പുറത്ത് ഫൈബർ ഗ്ലാസ്സിലുള്ള ഒരു ഫ്ലോട്ടിംഗ് ഡ്രം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രമ്മിലാണ് ഇത് സംസ്കരണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജൈവവാതകം ശേഖരിക്കപ്പെടുന്നത്. ആ ജൈവവാതകം നമ്മൾ പൈപ്പ് ലൈൻ വഴി ഇപ്പോൾ കാണിച്ചത് നമ്മുടെ ഈ കണ്ടത് വലിയൊരു സ്ഥലം അപഹരിക്കുന്നതായിട്ടാണ്. ഇല്ല, ഇതിന് അത്രയും സ്ഥലം അപഹരിക്കുന്ന ഒരു സ്കീമല്ല. 1 സ്ക്വയർ മീറ്റർ സ്ഥലം ഉണ്ടെങ്കിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാം. ശരി, ഒരു ഗാർഹിക മാലിന്യ സംസ്കരണത്തിന് 1 സ്ക്വയർ മീറ്റർ സ്ഥലം മതിയാവും ഒരു പ്ലാന്റ് സ്ഥാപിക്കുന്നതിൽ. ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്? ആദ്യമായിട്ടൊരു പിറ്റ് തയ്യാറാക്കുക. അത് വിവിധ മോഡലിലുള്ള പ്ലാന്റുകളുണ്ട്. ഗ്രൗണ്ടിൽ പിറ്റ് എടുത്ത് സ്ഥാപിക്കുന്ന ഫെറോ സിമെന്റ് ഡൈജസ്റ്റർ മോഡലിലുള്ള പ്ലാന്റിൻ്റെ ഘടകഭാഗങ്ങളെല്ലാം തന്നെ വളരെ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കും. അതിൻ്റെ ഒരു കൺസ്ട്രക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിൽ ഈ കോൺക്രീറ്റ് റിങ്ങുകൾ, ഫെറോ സിമെന്റ് റിങ്ങുകൾ ഉപയോഗിച്ചാണ് ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ സാധാരണഗതിയിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഈ
ഫെറോസിമൻ ടെക്നോളജി ഉപയോഗിച്ച് നമ്മൾ പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ 4 മണിക്കൂർ കൊണ്ട് ഒരു പ്ലാന്റിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയും. 4 മണിക്കൂർ. കാരണം ഇതിൻ്റെ ഘടകഭാഗങ്ങളെല്ലാം നേരത്തെ തയ്യാറാക്കി വച്ചേക്കുന്നതുകൊണ്ട് ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ച് 4 മണിക്കൂർ സമയം മതിയാകും ഈ പ്ലാന്റ് പ്രവർത്തിക്കുന്നതിന്, അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്. നിർമ്മാണം പൂർത്തിയാക്കിയാൽ 1-2 ദിവസം ഇത് കോൺക്രീറ്റ് അതിൻ്റെ സിമൻറ്റ് മറ്റും സെറ്റാകുന്നതിനുള്ള സമയം അനുവദിക്കുകയും അത് കഴിഞ്ഞാൽ ബാക്ടീരിയ കൾച്ചർ ചെയ്തിട്ട് പ്ലാന്റ് ഒരു 3-4 ദിവസം മുതൽ പ്ലാന്റ് പ്രവർത്തിപ്പിച്ച് തുടങ്ങാനൊക്കും. ഒരിക്കൽ നിർമ്മാണം പൂർത്തിയായ ഒരു കാര്യക്ഷമമായിട്ട് യഥാവിധി നന്നായിട്ട് നിർമ്മാണം നടത്തിയ ഒരു പ്ലാന്റ് 20 വർഷത്തിലധികം കാര്യക്ഷമമായി പ്രവർത്തിക്കും. അത്തരത്തിൽ ആണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന, ഈ പ്ലാന്റ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫെറോസിമൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ഗ്രൗണ്ടിൽ സ്ഥലമില്ലെങ്കിൽ ടെറസിലോ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സ്ഥലത്തോ വെച്ച് ഉപയോഗിക്കത്തക്ക പോർട്ടബിൾ പ്ലാന്റുകളും ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഗാർഹിക ആവശ്യത്തിനുള്ള 9 വിവിധ മോഡലുകളിലുള്ള പ്ലാന്റുകൾ ഇതിനോടകം. നമുക്ക് ഇത്തരം പ്ലാന്റുകൾ എവിടെയാണ് സർ സ്ഥാപിക്കേണ്ടത്? ഇത് അടുക്കളയോട് ചേർന്നുള്ള സ്ഥലമാണെങ്കിൽ അടുക്കളയിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ പ്ലാന്റിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതിന് സൗകര്യം ഉണ്ടാകും. സാധാരണഗതിയിൽ അടുക്കളയോട് ചേർന്ന സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത്. ഇതിന് എത്രയാണ് ഒരു ചെലവ് വരുന്നത്? നമുക്ക് 9,500 രൂപയാണ് ഒരു ഗാർഹിക മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണത്തിന് ചെലവ് വരുന്നത്. അതിൽ 1,200 മുതൽ 3,500 രൂപ വരെ ബയോടെക് സബ്സിഡി നൽകുന്നുണ്ട്. ഇത് കൂടാതെ ഈ പദ്ധതിയുടെ സാധ്യത മനസ്സിലാക്കിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സാധ്യത എന്ന് പറയുമ്പോൾ ഒരു വീട്ടിലൊരു പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ മാലിന്യങ്ങൾ റോഡ് വക്കിലേക്ക് അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്ക് വലിച്ചെറിയുന്ന പ്രവണത എന്നേക്കുമായിട്ട് ഒഴിവാകും. അത് മനസ്സിലാക്കിയിട്ട് നിരവധി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ എറണാകുളം ജില്ല എടുക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് തന്നെ ഗാർഹിക മാലിന്യ സംസ്കരണ പദ്ധതിക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് 2,000 രൂപ സബ്സിഡി നൽകുന്നു. 50-ലധികം പഞ്ചായത്തുകളിൽ ഓരോ ഗ്രാമപഞ്ചായത്തും 2,000 രൂപ സബ്സിഡി നൽകുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ സാർ, അപ്പോൾ അതിലേക്ക് വരാം നമുക്ക്. ഒരു പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചാണകം നിറയ്ക്കണം. അതെ. എത്ര കിലോ ചാണകം നിറയ്ക്കേണ്ടി വരും? ഒരു 20 കുട്ട, 20 ചെറിയ സാധാരണ 20 കുട്ട ചാണകം ആദ്യമായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് വീട്ടിൽ ഏത് വേസ്റ്റും ഇട്ട് തുടങ്ങാം? ഇല്ല, ഒരു 2-3 ദിവസത്തെ ഒരു പ്രോസസ്സ് ഉണ്ട്. ഈ പ്ലാന്റിനെ അതിലെ ബാക്ടീരിയയെ ഈ കന്നുകാലി ചാണകം വിഘടിപ്പിക്കുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും ഭക്ഷ്യ മാലിന്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ജൈവ മാലിന്യ സംസ്കരണ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ശരിയായ വിധത്തിൽ ചെയ്തില്ലെങ്കിൽ പ്ലാന്റിൽ അസിഡിറ്റി ഫോം ചെയ്യുകയും അതിൽ നിന്നും ശരിയായ വിധത്തിൽ മീഥേൻ ഉൽപ്പാദനം നടക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാണ് ആദ്യത്തെ വേസ്റ്റ് ഇടേണ്ടത്? 1-2 ദിവസം പ്ലാന്റ് പ്രവർത്തിച്ചതിന് ശേഷമാണ് ഗ്രാജുവലായിട്ട് അതിൽ ഭക്ഷണാവശിഷ്ടം സംസ്കരിച്ച് തുടങ്ങേണ്ടത്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലെ മാലിന്യം സംസ്കരിക്കുമ്പോൾ 2 മണിക്കൂർ ഗ്യാസ് കിട്ടുമെങ്കിൽ അടുത്ത വീട്ടിലെ മാലിന്യം കൂടെ ഈ പ്ലാന്റിൽ സംസ്കരിച്ച് കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അത് നടക്കില്ല. ആദ്യത്തെ 1-2 ദിവസം കൂടുതൽ ജൈവവാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞേക്കും. കാലക്രമേണ ആ പ്ലാന്റിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയും അതിലെ അസിഡിറ്റി ഫോം ചെയ്ത് ഉണ്ടാകുന്ന വാതകം കത്താത്തൊരു സാഹചര്യത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. സാർ നേരത്തെ പറയുണ്ടായല്ലോ ഈ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിച്ചു. അതെ, അതെനിക്ക് ഈ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായിരിക്കും. പോർട്ടബിൾ പ്ലാന്റുകൾ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്റ്റൗ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ് പ്ലാന്റ്. ഇപ്പോൾ ഒരു സ്കൂളിനോടനുബന്ധിച്ച് ആ സ്കൂളിലെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണ അവശിഷ്ടം സംസ്കരിച്ച് ജൈവവാതകം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റിനോടനുബന്ധിച്ച് സ്ഥാപിച്ചിട്ടുള്ള ഒരു ക്യാൻറ്റീൻ ബർണർ എന്ന് പറയും, വലിയ സ്റ്റൗ, വലിയൊരു സ്റ്റൗ. അതെ അതെ, ഇതിപ്പോൾ കണ്ടല്ലോ, അതിലെ ആ ഫ്ലെയിം കണ്ടല്ലോ, ഒരുപാട് വേസ്റ്റ് നടക്കും. അതെ അതെ, ഈ LPG പോലെ തന്നെ വളരെ ഇന്ധനക്ഷമതയുള്ള ബ്ലൂ ഫ്ലെയിമാണ് അതിൽ നിന്നുണ്ടാകുന്നത്. അത് ഹോസ്റ്റലുകൾ, കോൺവെന്റുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ തുടങ്ങി ധാരാളം പേര് വരികയും അല്ലെങ്കിൽ ധാരാളം കുട്ടികൾ താമസിക്കുകയും ചെയ്യുന്ന സ്ഥലത്തെ മാലിന്യങ്ങൾ സംസ്കരിച്ച് അവിടുത്തെ തന്നെ പാചക ആവശ്യത്തിന് ഉപയോഗിക്കാവുന്ന പദ്ധതിയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയോഗ്യാസ്. നമുക്ക് പഴയൊരു ചോദ്യത്തിലേക്ക് മടങ്ങിയല്ലോ സാർ. ഇപ്പോൾ ഈ ഡിസ്പോസിബിൾ അല്ലെങ്കിൽ നമ്മുടെ പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകളെ പറ്റി പറയുണ്ടായല്ലോ, അതെങ്ങനെയാണ് അത് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾ ഒരു 60 മുതൽ 70 കിലോഗ്രാം വരെയാണ് അതിൻ്റെ വെയിറ്റ്. പൂർണ്ണമായും ഫൈബർ ഗ്ലാസ് ഉപയോഗിച്ച് ആണ് ഈ പ്ലാന്റ് നിർമ്മിച്ചിട്ടുള്ളത്. അതും ഒരു 20 വർഷത്തിലധികം കാര്യക്ഷമമായി പ്രവർത്തിക്കും. നിരവധി പ്ലാന്റ് വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് അത് ഉപയോഗിക്കാം. അതെ, വാടകയ്ക്ക് താമസിക്കുന്നവർക്കും ഈ സ്വന്തമായിട്ടൊരു കുഴിയെടുത്ത് ഒരു പ്ലാന്റ് സ്ഥാപിക്കാൻ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലാണ് അത്. ഈ പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രാമത്തെ ദിവസം തൊട്ട് അതിൽ നിന്ന് ഈ ജൈവവാതകം കിട്ടി തുടങ്ങും? ഒരു 3-ാമത്തെ ദിവസം മുതൽ
പ്ലാന്റിൽ നിന്ന് ജൈവവാതകം ഉപയോഗിച്ച് തുടങ്ങാൻ അപ്പോൾ തൊട്ട് നമ്മൾ സ്റ്റൗവിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അത് ശരി. അപ്പം നമ്മൾ ഇതിന് ഒരു സബ്സിഡി നേരത്തെ പറഞ്ഞല്ലോ സാർ. അതെ. ഇതിന് ഒരു കോൾ ഉണ്ട് സാർ. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? പ്രിൻസി, പള്ളിക്കുന്ന് പ്രിൻസി, തൃശ്ശൂര്. പ്രിൻസി ചോദിച്ചോളൂ. ഹലോ. ഹലോ, ചോദിച്ചോളൂ. മേഡം, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിയാനായിരുന്നു. ബയോഗ്യാസ്. അതെ, ചോദിച്ചോളൂ. എന്താണ് സംശയം? ഞങ്ങള് വീട് പണിയാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ പണിയുമ്പോ ഇത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതെ. അപ്പൊ ഞങ്ങൾക്ക് സ്ഥലം കുറച്ചേ ഉള്ളൂ. അതെ അതെ. പക്ഷെ ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ എവിടെ നമ്മൾ പോയി അന്വേഷിക്കണം? ഇപ്പോൾ ബയോടെക്കിന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ഓഫീസുകളുണ്ട്. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ അവസാനം ഞങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പറും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതിക നിർദ്ദേശം നൽകുന്നതിനും അത് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള ക്രമീകരണവും ചെയ്യാവുന്നതാണ്. ഇപ്പം തൃശ്ശൂർ ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജില്ലാ കളക്ടർ തന്നെ ഈ പദ്ധതിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കളക്ടേഴ്സ് ബംഗ്ലാവിൽ അവിടുത്തെ മാലിന്യം സംസ്കരിച്ച് ജൈവവാതകം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് സ്ഥാപിച്ച് അത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് ഈ പോർട്ടബിൾ മോഡൽ പ്ലാന്റാണ്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ നിരവധി വീടുകളിൽ ഈ ഗ്രൗണ്ടിൽ പിറ്റെടുത്ത് സ്ഥാപിക്കുന്ന ഫെറോസിമെന്റ് മോഡൽ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ അഡ്രസ്സിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ വിശദ വിവരങ്ങൾ ഞങ്ങൾ അറിയിച്ചു തരാം. നന്ദി പ്രിൻസി സാർ. അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പറയൂ, പേരെന്താണ്? റോയ്. റോയ് എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടയം. ചോദിച്ചോളൂ റോയ്. എന്താണ് റോയ്? എനിക്ക് കോട്ടയത്ത് ഇതൊരെണ്ണം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെ. അതിന് ആരെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്? കോട്ടയത്ത് ആരാണ് ഇതിന്റെ? കോട്ടയം ജില്ലയിൽ ഈ പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഞങ്ങളുടെ പ്രവർത്തകരുണ്ട്. കോട്ടയം ജില്ലയിൽ തന്നെ കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ ഈ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. കുറവിലങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ ഈ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. മാർക്കറ്റിലുണ്ട്. ഏതെങ്കിലും ഫോൺ നമ്പറോ അങ്ങനെ എന്തെങ്കിലും? ഈ പ്രോഗ്രാമിന്റെ അവസാനം നിങ്ങൾക്ക് ലഭിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ വിശദ വിവരങ്ങൾ ഞങ്ങൾ അയച്ചു തരാം. പിന്നെ കുമാരനെല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസിനകത്ത്, അതെ, ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കോമ്പൗണ്ടിൽ തന്നെ ഒരു മാതൃകാ പ്ലാന്റ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് പൂർത്തിയാകും. കുമാരനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിട്ട് കോൺടാക്ട് ചെയ്താലും ബയോടെക്കിന്റെ വിശദവിവരങ്ങൾ ലഭിക്കും. എന്തെങ്കിലും സബ്സിഡി അങ്ങനെ ഉണ്ട്. ബയോടെക് സബ്സിഡി നൽകുന്നുണ്ട്. പിന്നെ കുമാരനെല്ലൂർ ഗ്രാമപഞ്ചായത്തും ഈ പ്രോഗ്രാം സബ്സിഡി നൽകി നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ശരി റോയ്, വിളിച്ചതിന് നന്ദി സാർ. ഒരു കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? സാറേ, ബാബു കൊട്ടാരക്കര. ബാബു ചോദിച്ചോളൂ. ബാബു സാറേ, ഈ ഗ്യാസ് പ്ലാന്റ് പണിയുമ്പോഴേ അതെ നമ്മൾ ഈ ഗോബർ ഗ്യാസ് ഉപയോഗിച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അത് ഇതായിട്ട് മാറ്റാൻ പറ്റും സാറേ? തീർച്ചയായിട്ടും. ഈ പ്ലാന്റിലെ ഗോബർ ഗ്യാസ് തന്നെ കൗടങ്ങാണ്, കന്നുകാലി ചാണകമാണ് ബാക്ടീരിയ കൾച്ചർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഗോബർ ഗ്യാസ് പ്ലാന്റിനെ ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റാക്കി മാറ്റാൻ കഴിയും. അത് വേറെ പ്രത്യേകിച്ചൊന്നും പരിപാടി ഇല്ല? ഇല്ല, അതിന് ഒരു പ്രോസസ്സ് ഉണ്ട്. അത് കാര്യക്ഷമമായിട്ട് നടപ്പാക്കിയാൽ മാത്രമേ ഇപ്പോൾ ഈ കന്നുകാലി ചാണകം വിഘടിപ്പിക്കുന്ന ബാക്ടീരിയ ഈ ജൈവ മാലിന്യ സംസ്കരണത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ശരിയായ വിധത്തിൽ ചെയ്തില്ലെങ്കിൽ പ്ലാന്റിൽ അസിഡിറ്റി ഫോം ചെയ്യുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിന്റെ പിന്നെ ചെലവ് ഇത് രണ്ടും ഒരേ ചെലവ് തന്നെ? അതെ അതെ, ഒരേ ചെലവ് തന്നെയാണ്. അല്ല, ഈ ഗാർഹിക മാലിന്യം സംസ്കരിക്കുന്ന പ്ലാന്റിന് ഗോബർ ഗ്യാസ് പ്ലാന്റിന്റെ അത്രയും നിർമ്മാണ ചെലവ് വരുന്നില്ല, അത്രയും നിർമ്മാണ സമയവും ആവശ്യമില്ല. ഒരു 4 മണിക്കൂർ മതി ഒരു പ്ലാന്റ് സ്ഥാപിക്കാനായിട്ട്. അന്നേരം ഈ ഗോബർ ഗ്യാസിനും പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ഒക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് സാർ? അതെ, അങ്ങനെ പഞ്ചായത്തിന്റെ ആനുകൂല്യമുള്ള സ്ഥലങ്ങൾ അതുകൂടെ പ്രയോജനപ്പെടുത്തി പ്ലാന്റ് സ്ഥാപിച്ചാൽ നിർമ്മാണ ചെലവ് ഗുണഭോക്തൃ വീതം വളരെ കുറച്ച് മാത്രം മതിയാകും. അത് ഈ ഗോബർ ഗ്യാസ് അല്ല, ഈ പിന്നെ ഇതിനും കിട്ടുന്നുണ്ടോ സാറേ? ഗോബർ ഗ്യാസിനും കിട്ടുന്നുണ്ട്? ഉണ്ട് ഉണ്ട്, കൃഷിഭവൻ വഴി കിട്ടുന്നുണ്ട്. അതെ. ശരി, വിളിച്ചതിന് നന്ദി സാർ. അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും ഈ കൺസ്ട്രക്ഷൻ ആദ്യമായിട്ട് ഇത്തരത്തിലൊരു ബയോഗ്യാസ് പ്ലാന്റ് കൺസ്ട്രക്ട് ചെയ്ത് എവിടെയാണ്? ബയോടെക് 1998 ജൈവ മാലിന്യ സംസ്കരണത്തിന് ജൈവവാതക സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താമെന്ന് ബയോടെക് കണ്ടെത്തിയതും അത് ജനങ്ങളെ അറിയിക്കുന്ന നിലവാരത്തിലേക്ക് എത്തിയത് 9 വർഷമാകുന്നു. അന്ന് വളരെയധികം എതിർപ്പും പരിഹാസവും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അന്ന് വരെ 3-4 പശുക്കളെ വളർത്തുന്നവർക്ക് മാത്രം ചെയ്യാമായിരുന്ന ഒരു പദ്ധതി, അതിൽ ഗുണഭോക്താവാകാമായിരുന്ന ഒരു പദ്ധതിയാണ് ഏതൊരു വീട്ടിലും ലഭിക്കുന്ന മാലിന്യ സംസ്കരണത്തിലൂടെ ജൈവവാതകം ഉണ്ടാക്കാമെന്ന് ബയോടെക് ഡിക്ലെയർ ചെയ്തത്. അന്ന് പലരും അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു വീട്ടിലുണ്ടാകുന്ന
ഭക്ഷണാവശിഷ്ടം, കുറച്ച് ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം അല്ലെങ്കിൽ കുറച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ച് പാചകവാതകം ഉണ്ടാക്കാൻ കഴിയുമോ? അത് ഇമ്പോസിബിൾ ആണെന്നാണ് പറഞ്ഞത്. അല്ല, ഇന്നും എതിർപ്പ് അവസാനിക്കുന്നില്ല. ഇന്നും എതിർപ്പ് അവസാനിക്കുന്നില്ല. എതിർപ്പിൻ്റെ പ്രശ്നമില്ല. ഇന്ന് ധാരാളം പേര് അത് മനസ്സിലാക്കി മുന്നോട്ട് വരുന്നുണ്ട്. അല്ല സാർ, എന്നാൽ തന്നെയും പലരും പറയുന്നത് ചാണകം ഉപയോഗിച്ചുള്ള ബയോഗ്യാസ് പ്ലാന്റിനെ അപേക്ഷിച്ച് ഇതിൻ്റെ ആയുസ് കുറവായിരിക്കും എന്ന് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. പ്ലാന്റിൻ്റെ നിർമ്മാണത്തെ അടിസ്ഥാനമാക്കി എന്ത് മാധ്യമം ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പ്ലാന്റിൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത്. പിന്നെ പ്ലാന്റിൻ്റെ പ്രവർത്തനത്തിനുള്ള റാ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഗോബർ ഗ്യാസ് പ്ലാന്റിൽ സ്വന്തമായി പശുക്കളെ വളർത്തുന്നവർക്ക് പശു വളർത്തുന്ന കാലം അത്രയും പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ കഴിയും. അതേസമയം ജൈവമാലിന്യ സംസ്കരണത്തിന് ഒരു ഗാർഹിക ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചാൽ എന്നാ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ ഒഴിയുന്നു? എല്ലാ ദിവസവും മാലിന്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാത് ദിവസം തന്നെ നമുക്ക് സംസ്കരിക്കാൻ കഴിയും. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് മാർക്കറ്റുകൾ, അറവുശാലകൾ. ഇവിടെ ദിവസേന ഉണ്ടാകുന്ന മാലിന്യങ്ങൾ. ഈ മാലിന്യങ്ങൾ ശരിയായ വിധത്തിൽ സംസ്കരിക്കാൻ കഴിയുക. പലപ്പോഴും മാർക്കറ്റുകളെ സംബന്ധിച്ചാണെങ്കിൽ ഓരോ ദിവസവും ഉണ്ടാകുന്ന മാലിന്യങ്ങൾ ഒരു സ്ഥലത്ത് കുന്നുകൂടും. ഒരാഴ്ചയിലോ 2 ആഴ്ചയിലോ ഒരിക്കലായിരിക്കും ഈ മാലിന്യങ്ങളെ ശേഖരിച്ച് കൊണ്ടുപോയി സംസ്കരണ സ്ഥലത്ത് എത്തിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഡംപ് ചെയ്യുന്നത്. സാമൂഹിക പ്രശ്നമാണ് ഇപ്പോൾ. അതെ. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഓരോ മാർക്കറ്റുകളിൽ അല്ലെങ്കിൽ അറവുശാലകളിൽ ഉണ്ടാകുന്ന മത്സ്യമാംസാവശിഷ്ടം, പഴം പച്ചക്കറികളുടെ അവശിഷ്ടം, ഇതാണല്ലോ വേഗത്തിൽ ജീർണിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതുണ്ടാകുന്ന ദിവസം തന്നെ സംസ്കരിച്ച് അതിനെ വൈദ്യുതിയാക്കി മാറ്റാൻ കഴിയും. വേസ്റ്റിൽ നിന്ന് വൈദ്യുതി. അതെ, വേസ്റ്റ് ടു ഇലക്ട്രിസിറ്റി. കടയ്ക്കൽ പ്രോജക്റ്റ് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ ശ്രീകാര്യം, നമ്മളിപ്പോൾ കണ്ട സീന് ശ്രീകാര്യം മാർക്കറ്റിലുള്ള ഒരു വിഷ്വൽസ് ആണ് കണ്ടത്. ശ്രീകാര്യം മാർക്കറ്റിൽ ഈ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് ആ മാർക്കറ്റിലുണ്ടാകുന്ന പച്ചക്കറികളുടെ അവശിഷ്ടം, പിന്നെ മത്സ്യ വിപണനത്തിലൂടെ വരുന്ന അവശിഷ്ടം, ഇത് സംസ്കരിച്ചിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഈ വൈദ്യുതി ഉപയോഗിച്ച് മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലും 20-ലധികം CFL ലാമ്പുകൾ കത്തിക്കുന്ന വിധത്തിലാണ് ശ്രീകാര്യം മാർക്കറ്റിൽ ഈ പ്രോജക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ മാർക്കറ്റിനെ സംബന്ധിച്ച് ഇത് അതിൻ്റെ 1ാം ഘട്ടം മാത്രമേ ആകുന്നുള്ളൂ. അടുത്ത അതെ. ഇപ്പോൾ ഇത് അതിൻ്റെ ഒരു 2ാം ഘട്ടമായിട്ട് അവിടുത്തെ മുഴുവൻ മാലിന്യം സംസ്കരിച്ച് വൈദ്യുതിയാക്കി മാറ്റുന്ന പദ്ധതി ബയോടെക് പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇതിനുള്ള പരിപൂർണമായിട്ടും സാമ്പത്തിക ഭദ്രത പഞ്ചായത്തിന് ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഈ വർഷം കൂടെ കൊണ്ട് ഈ പദ്ധതി പൂർണ്ണമായ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുക. ആ സമയത്ത് ഇത് പൂർണ്ണമായ തോതിൽ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ 200-ലധികം ലൈറ്റ് ആ ശ്രീകാര്യം മാർക്കറ്റിലും പരിസര പ്രദേശങ്ങളിലുമായിട്ട് കത്തിക്കുന്നതിന് ഉതകുന്ന വിധത്തിലാണ് ഈ പദ്ധതി നടപ്പാക്കി കഴിഞ്ഞത്. ചവറിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നത് വലിയൊരു കാര്യമാണ് സാർ. അതെ, മാലിന്യ സംസ്കരണ പ്രശ്നവും പരിഹരിക്കപ്പെടും, അതോടൊപ്പം വൈദ്യുതിയും ലഭിക്കും. ഇത്തരത്തിൽ കേരളത്തിലെ വിവിധ പഞ്ചായത്തുകൾ 21-ലധികം പ്ലാന്റുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതിലൊരു പ്ലാന്റാണ് തിരുവനന്തപുരം ശ്രീകാര്യം മാർക്കറ്റിൽ. അവിടുത്തെ ആ വൈദ്യുതി ഉപയോഗിച്ച് ലൈറ്റ് കത്തിക്കുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ കൊല്ലം ജില്ലയുടെ കടയ്ക്കൽ, പത്തനാപുരം, കല്ലുവാതുക്കൽ, ശാസ്താംകോട്ട, തൃക്കടവൂർ, ചവറ, ഓച്ചിറ, കുണ്ടറ തുടങ്ങിയ വിവിധ പഞ്ചായത്തുകളിൽ ഇത് പൂർത്തിയായി. കൊട്ടാരക്കര ഗ്രാമപഞ്ചായത്ത് മാർക്കറ്റിൽ ഈ 13-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് പ്രോജക്റ്റ്. പിന്നെ എറണാകുളം ജില്ലയിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്തൂടെ സാമ്പത്തിക സഹായം നൽകി 6 ഗ്രാമപഞ്ചായത്തുകളിൽ മാർക്കറ്റിലെ മാലിന്യങ്ങൾ സംസ്കരിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പ്രോജക്റ്റ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് നമ്മളിപ്പോൾ കാണുന്നത് കൊല്ലം ജില്ലയുടെ കടയ്ക്കൽ ഗ്രാമപഞ്ചായത്തിൽ ബയോടെക് സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റിൽ നിന്ന് ഉള്ള വൈദ്യുതി ഉപയോഗിച്ച് അവിടുത്തെ ഒരു ചിൽഡ്രൻസ് പാർക്കിലെ മുഴുവൻ ലൈറ്റും കത്തിക്കുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. മാലിന്യ സംസ്കരണത്തിലൂടെ വൈദ്യുതി ഉൽപ്പാദനം മാത്രമല്ല, ബയോടെക് നടപ്പാക്കുന്ന ഒരു 5ാമത്തെ പദ്ധതി എന്ന് പറയാം. അതായത് സംയോജിത മാലിന്യ സംസ്കരണം. സംയോജിത മാലിന്യ സംസ്കരണത്തിൻ്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്ത ഘടനയിലുള്ള മാലിന്യങ്ങളാണ് ദിവസം പ്രതി ഉണ്ടാകുന്നത്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതിനെ സംസ്കരിക്കുന്നത് പല രോഗങ്ങൾക്ക് ഒരു മരുന്ന് നൽകുന്നതിന് തുല്യമാണ്. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ ഓരോ തരത്തിലുള്ള മാലിന്യങ്ങൾക്ക് അനുയോജ്യമായ സാങ്കേതിക വിദ്യ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇന്ന് മാലിന്യ സംസ്കരണത്തിന് പല സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ടെങ്കിലും. സാർ, ഒരു കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ആരാണ്? പേര് പറയും. സായികുമാർ. സായികുമാർ,
ചോദിച്ചോളൂ. സാറേ, ഈ ഞാൻ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ കീഴില് ഉള്ള വ്യക്തിയാണ്. ചോദിച്ചോളൂ. അപ്പൊ ഈ സാറ് ചോദിക്കും. ഈ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ ഈ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് വേണ്ട എന്തെങ്കിലും അറിവോ കിട്ടാൻ സാധ്യത ഉണ്ടോന്നാണ്. അത് പോയിട്ട് എന്റെ വീട്ടിൽ പശു വളർത്തലുണ്ട്. അപ്പൊ ഈ പശു വളർത്തൽ കൊണ്ട് മെയിനായിട്ട് ഇതിനെ പ്രവർത്തിക്കാൻ കഴിയുമോ? നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർമാർ, മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെയുള്ള ഒരു വലിയൊരു ടീം തന്നെ ബയോടെക് കടയ്ക്കൽ സ്ഥാപിച്ചിട്ടുള്ള പ്ലാന്റ് സന്ദർശിക്കുകയും അതിൻ്റെ പ്രവർത്തനം വിലയിരുത്തുകയും ഇത്തരത്തിലുള്ള പ്ലാന്റ് നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ സ്ഥാപിക്കണമെന്ന തീരുമാനമെടുത്ത് പോവുകയും ചെയ്തിട്ടുണ്ട്. അത് മുനിസിപ്പാലിറ്റി സമീപഭാവിയിൽ നടപ്പാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടാതെ ഇപ്പോൾ വീട്ടിൽ സ്വന്തമായിട്ട് പശുക്കൾ വളർത്തലുണ്ടെങ്കിൽ അത് ആ കന്നുകാലി ചാണകം സംസ്കരിച്ച് ജൈവവാതകം ഉൽപ്പാദിപ്പിക്കാവുന്ന പ്ലാന്റ് സ്ഥാപിക്കാവുന്നതാണ്. അതിന് എത്ര രൂപ ചിലവാകുന്നത്? അതിന് പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ചാണ് നിർമ്മാണ ചെലവ് വരുന്നത്. ഏറ്റവും ചെറിയ പ്ലാന്റ് 9,500 രൂപ നിർമ്മാണ ചെലവ് വരും. 9,500 രൂപ അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. വിളിച്ചതിന് നന്ദി. ഒരു കോൾ ഉണ്ട് സർ. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? പേരെന്ത് പറയൂ? ശോഭന. എവിടെ നിന്ന് വിളിക്കുന്നു ശോഭന? ചോദിച്ചോളൂ. എനിക്ക് 13 ആടുണ്ട്, പിന്നെ 12 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതെ. അപ്പോഴേ അവിടെ ഈ പ്ലാന്റ് നിർമ്മിക്കാൻ പറ്റുമോ? പ്ലാന്റ് സ്ഥാപിക്കാവുന്നതാണ്. വീട്ടിലെ ഭക്ഷണാവശിഷ്ടവും ആട്ടിൻ കാഷ്ടവും എല്ലാം ഈ പ്ലാന്റിൽ സംസ്കരിക്കാവുന്നതാണ്. ഞങ്ങളുടെ എറണാകുളം ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിനുള്ള സാങ്കേതിക സഹായം ചെയ്തിരും. ഇത് കുളത്തുപുഴ എന്നല്ലേ പറഞ്ഞത്? കുളത്തുപുഴയാണെങ്കിൽ തിരുവനന്തപുരം ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്താൽ അഡ്രസ് ഈ പ്രോഗ്രാമിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സബ്സിഡി ഉണ്ടാവും. പ്ലാന്റിന്റെ വലിപ്പം അനുസരിച്ച് സബ്സിഡി ഉണ്ടാവും. ശരി, വിളിച്ചതിന് നന്ദി. സർ, ഈ കക്കൂസിനോട് ചേർന്ന് ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഒരു പുതിയൊരു ടെക്നോളജിയാണല്ലോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അതെ, എക്കോ ഫ്രണ്ട്ലി ലാട്രിൻ എന്ന് പറഞ്ഞിട്ട് മനുഷ്യ വിസർജ്യവും സംസ്കരിക്കാവുന്ന പ്ലാന്റുകൾ ബയോടെക് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ജൈവവാതക സാങ്കേതിക വിദ്യയുടെ ഏറ്റവും വലിയ സവിശേഷത ഏത് തരം മാലിന്യങ്ങളും ഈ പ്ലാന്റിൽ സംസ്കരിക്കാൻ കഴിയും, മനുഷ്യ വിസർജ്യം ഉൾപ്പെടെ. അപ്പോൾ അതിന് ഒരു പ്ലാന്റും അതിനോടനുബന്ധിച്ച് ഒരു ലാട്രിനും സ്ഥാപിച്ചു കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്ക് നിർമ്മിക്കാതെ തന്നെ മനുഷ്യ വിസർജ്യവും വീടുകളിൽ ഉണ്ടാകുന്ന ഭക്ഷണ അവശിഷ്ടവും ഒരേ പ്ലാന്റിൽ തന്നെ സംസ്കരിച്ച് പാചകവാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഈ പ്ലാന്റിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിക്കാൻ സാധ്യതയുള്ളത് കോസ്റ്റൽ ഏരിയയിലും കായലോര പ്രദേശങ്ങളിൽ, അല്ലെങ്കിൽ ചെറിയ ഒരു കുഴിയെടുക്കുമ്പോൾ തന്നെ വെള്ളം വരുന്ന വാട്ടർ ലെവൽ ഉയർന്ന പ്രദേശങ്ങളിലും ഇത് വ്യാപകമായിട്ട് സ്ഥാപിക്കാവുന്നതാണ്. അവിടെ ശരിക്കും സെപ്റ്റി ടാങ്ക് ഉണ്ടാക്കാൻ പ്രയാസം ഉണ്ടായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എറണാകുളം ജില്ലയുടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത്. അതൊരു ദ്വീപാണ്. 1 അടി താഴ്ത്തുമ്പോൾ തന്നെ അവിടെ വെള്ളം കാണുന്ന ഒരു സാഹചര്യമാണ് അവിടെ. അത് മാത്രമല്ല, ഈ കായലിനോട് ചേർന്ന് കാലുകൾ നാട്ടിയിട്ട് അതിൽ ഒരു മറയുണ്ടാക്കി ഹാങ്ങിങ് ലാട്രിൻസ് ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യവും ഈ കുമ്പളങ്ങിയിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് പരിഹാരം എന്നുള്ള നിലയ്ക്ക് 150 വീടുകളിൽ ഈ മനുഷ്യ വിസർജ്യം കൂടെ സംസ്കരിക്കാവുന്ന പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. സർ, ഒരു കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ ശ്രീകാര്യത്തുനിന്ന് കലയാണ്. ചോദിച്ചോളൂ കല. ഞാനിപ്പോ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ഞാൻ സ്ഥലത്തില്ലെങ്കിൽ അതെന്ത് ചെയ്യും? ഇപ്പൊ അത് എന്താണ് അതിന്റെ ഫംഗ്ഷനിങ് നിന്ന് പോവുക? ഇല്ല, ഈ പ്ലാനിനെ സംബന്ധിച്ച് നമ്മൾ നിർമ്മാണം പൂർത്തിയാക്കി കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് 1-2 മാസങ്ങൾ സ്ഥലത്തില്ലെങ്കിലും പ്ലാന്റിന് യാതൊരു തകരാറും സംഭവിക്കില്ല. നമ്മൾ തിരിച്ചു വന്നിട്ട് വീണ്ടും മാലിന്യങ്ങൾ നിക്ഷേപിച്ചാൽ പ്ലാന്റ് വീണ്ടും ചാണകം ചേർക്കുക അങ്ങനെയൊക്കെ വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഹലോ, വിളിച്ചതിന് നന്ദി. സാർ, ഇതിന് വേറൊരു സാമ്പത്തിക വശം കൂടെ ഉണ്ട്. കാരണം ഈ ഗ്യാസ് ഉൽപ്പാദനം ഇന്നിപ്പോൾ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന LPG ഒരു സിലിണ്ടറിൻ്റെ വില തന്നെ 315 രൂപയാണ്. അത് ഘട്ടം ഘട്ടമായിട്ട് സബ്സിഡി മാറ്റുമ്പോഴത്തേക്ക് ഏകദേശം 600 രൂപയോളം വരുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ഗ്യാസ് നമ്മുടെ വീട്ടിലെ വേസ്റ്റിൽ നിന്നൊരു ഗ്യാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്രയും ആ രംഗത്തൂടെ പാചകവാതകം എന്ന രീതിയിൽ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെ, ഇത് മനുഷ്യർക്ക് ഒരു സാമ്പത്തിക വശം കൂടി ഉണ്ട് ഇതിനകത്ത്. തീർച്ചയായിട്ടും ഇതിന്റെ സാമ്പത്തിക വശം വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ അതിന്റെ നിർമ്മാണ ചെലവ് ഒരു സബ്സിഡി ഇല്ലാതെ തന്നെ ഒരു പ്ലാന്റ് സ്ഥാപിച്ചാൽ 3 വർഷം കൊണ്ട് മുടക്ക് മുതൽ നമുക്ക് ഗ്യാസായിട്ടും ജൈവവളമായിട്ടും തിരിച്ചു കിട്ടും. ഒരു മാസം ഒരു 150 മുതൽ 200 രൂപ വരെ
LPGയുടെ ഇനത്തിൽ നമുക്ക് ലാഭിക്കാൻ കഴിയും. പിന്നെ മറ്റൊരു വശം LPG ഉപയോഗിക്കുന്ന ആ സിലിണ്ടറിനെ അപേക്ഷിച്ച് ആ ഗ്യാസിനെ അപേക്ഷിച്ച് നമുക്ക് തികച്ചും സുരക്ഷിതമാണ്. തീർച്ചയായിട്ടും അപകട സാധ്യത വളരെ കുറഞ്ഞ ഒരു വാതകമാണ്. ഒരു കോൾ ഉണ്ട്. ഹലോ, കൃഷിദർശനിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, പരമേശ്വരൻ എംബ്രാന്തി, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. പരമേശ്വരൻ എംബ്രാന്തി. അതെ, ചോദിച്ചോളൂ. ഞാൻ 200 ലിറ്ററിന്റെ ഒരു ബാരൽ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അതെ, അത് ഒരു ആദ്യം ഗ്യാസ് കിട്ടാൻ വളരെ പാടുപെട്ടു. പിന്നെ സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചപ്പോഴേ പ്ലാന്റ് ഓപ്പൺ ആയി. പക്ഷെ അതേ സമയത്ത് പ്രഷർ ഡെവലപ്പ് ചെയ്യുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്തുള്ള അവശിഷ്ടം സ്ലറി പുറത്തു പോകുന്നതിന് വല്ല പ്രതിവിധിയും ഉണ്ടാക്കാൻ പറ്റുമോന്ന് എടുത്തു കളയേണ്ടി വരുന്നു. അതെ, ഇപ്പോ താങ്കളുടെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സ്വന്തം നിലയില് 2 പ്ലാസ്റ്റിക് ബാരൽ 200 ലിറ്ററിന്റെ പ്ലാസ്റ്റിക് ബാരലാണ് ബയോഗ്യാസ്. എനിക്ക് ചാണകവും ഇഷ്ടം പോലെ ഉണ്ട്. അതെ, ഇത് ഇടയ്ക്ക് ഒരു മാഗസീനിൽ വന്ന ഒരു റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി ആ റിപ്പോർട്ട് കണ്ടിട്ട് പലരും ഇത്തരത്തിൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ട് പല ബുദ്ധിമുട്ടുകളും അഭിമുഖീകരിച്ചിട്ട് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമുക്ക് ഇപ്പോൾ സ്കൂൾ ലെവലിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ചെയ്ത് കാണിക്കാമെങ്കിലും ഒരു ഗുണഭോക്താവിന്, ഒരു ഗാർഹിക ഉപഭോക്താവിനെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ലാതെ ഈ പ്ലാന്റ് പ്രവർത്തിക്കാൻ പ്രയാസമാണ്. അതിന് പ്രത്യേകം ഡിസൈൻ ഉണ്ട്. പ്ലാന്റിൽ എങ്ങനെ മാലിന്യം നിക്ഷേപിക്കണം, അതിൽ പ്രഷർ കിട്ടണമെങ്കിൽ എന്തുമാത്രം വെയിറ്റ് അതിനുണ്ടാവണം. ഉപയോഗിച്ചിട്ട് അതിൽ നിറച്ചിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതെ, പക്ഷെ 1-2 ഗ്ലാസ് ചായ തിളപ്പിക്കാൻ പറ്റും. അതെ, ഇപ്പൊ ഈ വർഷകാലത്താകുമ്പോഴേ പ്രഷർ നന്ന കുറയുന്നു. വർഷകാലത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഈ പ്രോജക്റ്റിൽ ശരിയായ അളവിൽ ബാക്ടീരിയയുടെ പ്രസൻസ് ഉണ്ടാകില്ല. ഉണ്ടാകുന്ന ഗ്യാസ് ശരിയായിട്ട് കിച്ചണിൽ എത്തില്ല. പ്ലാന്റിൽ നിന്നും സംസ്കരണം കഴിഞ്ഞ മാലിന്യങ്ങൾ പുറത്തേക്ക് ശരിക്ക് വരില്ല. അതിന് പ്ലാന്റിന്റെ രൂപകൽപ്പനയിൽ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ മാത്രമേ പ്ലാന്റ് കാര്യക്ഷമമായി പ്രവർത്തിക്കൂ. അത് നമ്മൾ ഈ മാർക്കറ്റിൽ ലഭിക്കുന്ന ഒരു വാട്ടർ ടാങ്കോ അതല്ലെങ്കിൽ അതെ അത്തരത്തിലുള്ള ഒരു ടാങ്ക് ഉപയോഗിച്ച് അത് ചെയ്യാവുന്നതല്ല. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ വിഷ്വലിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ രീതിയിൽ അതിന്റെ ഒരു ഡിസൈൻ ഉണ്ടായിരുന്നാൽ മാത്രമേ പ്രഷർ മാത്രമല്ല മാലിന്യ സംസ്കരണം കഴിഞ്ഞ് മാലിന്യം പുറത്തു വരികയുള്ളൂ. അത് നമ്മൾ ഈ സാധാരണ അടിസ്ഥാന രൂപകൽപ്പനയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കി കാണിക്കാൻ കഴിയും എന്നുള്ളതല്ലാതെ അതെ 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 അതല്ലാതെ നമുക്ക് ഉപയോഗിച്ച് അതിൽ നിന്നും കാര്യമായ ഒരു പ്രയോജനം അതെ അത് കിട്ടില്ല. ഫെയിലുവർ എന്നല്ല, പരീക്ഷണം നല്ലതാണ്. പക്ഷെ അതിന് നമുക്ക് പ്രായോഗികമായിട്ട് നിത്യജീവിതത്തിൽ അത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ അതെ ഈ റിപ്പോർട്ട് ഇന്ന് നമ്മൾ ഈ മാലിന്യ സംസ്കരണ പ്രശ്നം ഇത്രയും രൂക്ഷമായിരിക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ ഒരു പദ്ധതി ഒരു മോഡൽ ഉണ്ടാക്കി വിജയിപ്പിച്ചാൽ അതിന് വലിയ പ്രചാരം ലഭിക്കാറുണ്ട്. പക്ഷെ അത് ഈ പ്രായോഗികമായിട്ട് ഒരു ഇംപ്ലിമെന്റേഷൻ ലെവലിൽ വരുമ്പോഴാണ് അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. സർ വിളിച്ചത് Thank you.